ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് സുപ്രധാന വഴിത്തിരിവിലാണ് ബംഗ്ലാദേശ്. 15 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിടേണ്ടി വന്നിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാരും രൂപീകരിക്കാനിരിക്കുന്നു. അത് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ചയാളാണ് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജിബുർ റഹ്മാൻ. 1975 പ്രസിഡന്റിൻ്റെ വസതിയിൽ അതിക്രമിച്ച് കയറിയ വിമതർ മുജീബുർ റഹ്മാനെയും മക്കളെയും ബന്ധുക്കളെയും വധിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന വനിതാ പ്രധാനമന്ത്രിയായി മാറുന്നതും അവരാണ്. ഇപ്പോൾ നാട് വിടേണ്ടിയും വന്നു. എവിടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് പിഴച്ചുക? ബംഗ്ലാദേശിൻ്റെ തലവര മാറ്റിയ കാലമാണ് ഹസീനയുടെ ഭരണകാലം. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികപരമായും ഒക്കെ അരക്ഷിതാവസ്ഥയിലായിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്ന്. 1996 ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത്. 2009 അവർ വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് ബംഗ്ലാദേശ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. പ്രക്ഷോഭകർ ഭീകരരായി മുദ്രകുത്തപ്പെടുകയും മാധ്യമങ്ങൾക്ക് നേരെ മുഷ്ടി ചുരുട്ടപ്പെടുകയും മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ബംഗ്ലാദേശിൻ്റെ സ്ഥാനം കുത്തനെ ഇടിയുകയും ചെയ്ത 15 വർഷങ്ങൾ ഹസീന ബംഗ്ലാദേശിനെ കൈപ്പിടിയിലൊതുക്കി അത് സംഭവിക്കുകയായിരുന്നു. സാമ്പത്തിക രംഗത്തും മാനവിക സൂചികകളിലുമുണ്ടായ വലിയ കുതിച്ചുചാട്ടമാണ് പിന്നാലെ ബംഗ്ലാദേശ് കണ്ടത്. 2023 മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് വളരെ മുകളിലെത്തി. ലോകത്തെ ഏറ്റവും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് 2.5 കോടി ജനങ്ങളാണ് 2 പതിറ്റാണ്ടിനിടയിൽ ദാരിദ്ര്യരേഖയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിലും വലിയ പുരോഗതി കൈവരിച്ചു. സാമ്പത്തിക വളർച്ചയുടെ ചാലകമായി പ്രവർത്തിച്ചത് വസ്ത്രവിപണിയായിരുന്നു. സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി അടിസ്ഥാന സൗകര്യത്തിനും അവർ ഉപയോഗിച്ചു. ബംഗ്ലാദേശിൻ്റെ വികസനത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു 2009 ശേഷമുള്ള ഹസീനയുടെ ഭരണകാലം. എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും കണക്കിലെടുക്കുമ്പോൾ ഇക്കാലയളവിൽ ഹസീന ഒരു ഏകാധിപതിയായ ഭരണാധികാരിയായി മാറുകയായിരുന്നു. രാജ്യത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നയിച്ചപ്പോഴും ഒരു വശത്ത് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒതുക്കാനും ഹസീന ശ്രദ്ധിച്ചു പോന്നു. വീണ്ടും വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഇതിൻ്റെ തോത് വർദ്ധിച്ചു. അഹങ്കാരത്തിൻ്റെ ഹൊങ്കും അത് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. പാകിസ്ഥാൻ അനുകൂലികളെന്ന് കരുതുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നേരിടുന്നതിൻ്റെ പേരിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ എതിരാളികളെയും അവർ അടിച്ചമർത്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് പോലും മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. പ്രക്ഷോഭകർ ഭീകരരായി മുദ്രകുത്തപ്പെട്ടു. മാധ്യമങ്ങൾക്കു നേരെ മുഷ്ടി ചുരുട്ടുകയും വലിയ തോതിൽ ഹസീന ബംഗ്ലാദേശിനെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. എന്തായിരുന്നു ഹസീനയുടെ തകർച്ചയ്ക്ക് പിന്നിൽ? ഹസീനയുടെ രാജ്യോളം എത്തിയ വീഴ്ചയുടെ തുടക്കം റസാക്കർ എന്ന ഒരൊറ്റ വാക്കിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ റസാക്കർ എന്നത് വളരെ നിന്ദ്യമായ പദമാണ്. സന്നദ്ധ പ്രവർത്തകർ എന്നർത്ഥം വരുന്ന ഈ വാക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സായുധ സേന സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അതിക്രമങ്ങളെ പിന്തുണച്ചവരെ വിളിച്ചിരുന്ന പേരാണ്. അവർ ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തെ എതിർത്തവരായിരുന്നു. ഹീനമായ പല കുറ്റകൃത്യങ്ങളും റസാക്കന്മാർക്കു നേരെ ആരോപിക്കപ്പെടുന്നുണ്ട്. ഹസീനയുടെ രാജ്യോളം എത്തിയ വീഴ്ചയുടെ തുടക്കം ഒരൊറ്റ വാക്കിൽ നിന്നാണ്, റസാക്കർ എന്ന ആ ഒരു വാക്ക്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്തുകൊണ്ടുള്ള കോട്ട സമ്പ്രദായം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ ജൂലൈ 1 മുതലാണ് ബംഗ്ലാദേശിൻ്റെ വിവിധ ഇടങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ഈ സമ്പ്രദായം അന്യായമാണെന്നും മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് തസ്തികകൾ നികത്തേണ്ടതെന്നുമായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുന്നത് ഹസീനയുടെ റസാക്കർ പ്രയോഗത്തോടു കൂടിയാണ്. പ്രക്ഷോഭകാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഹസീനയുടെ പരാമർശം. പോരാളികളുടെ കൊച്ചുമക്കൾക്ക് കോട്ട ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടത്? റസാക്കർമാരുടെ കൊച്ചുമക്കൾക്കാണോ എന്നായിരുന്നു ഹസീനയുടെ ചോദ്യം. ഇതോടെ വിദ്യാർത്ഥികൾ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടു. സംവരണം സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിലും ഹസീന രാജിവെക്കണമെന്ന ആവശ്യം രാജ്യമാകെ ആഞ്ഞടിച്ചു. പ്രക്ഷോഭം കനത്ത സാഹചര്യത്തിലാണ് സ്ഥാനം രാജിവെച്ച് ഹസീന രാജ്യം വിട്ടത്. അവസരം മുതലെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും തയ്യാറായി.
ഷെയ്ഖ് ഹസീന വിരുദ്ധതയുടെ പേരിൽ പൊതു സ്വീകാര്യത കിട്ടിയ ജമാഅത്തെ ഇസ്ലാമി എന്ന മത യാഥാസ്ഥിതിക സംഘടനയും പട്ടാളവും അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തെ ജനാധിപത്യം വീണ്ടും ചോദ്യം ചിഹ്നമായി ഉയരുകയാണ്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 53 വർഷത്തിനിടെ 8 വർഷം മാത്രമാണ് പട്ടാളത്തിന് അധികാരം പിടിക്കാനായത്. ഇതുവരെയുള്ള എല്ലാ ഏകാധിപത്യ ഭരണങ്ങളെയും അട്ടിമറിച്ച ചരിത്രം കൂടിയാണ് ബംഗ്ലാദേശിനുള്ളത്. ജനാധിപത്യ ബോധമുള്ള ആ ജനത ആ ചരിത്രം ആവർത്തിക്കുകയാണോ? അതോ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ മറവിൽ മത യാഥാസ്ഥിതിക ശക്തികളും പട്ടാളവും ബംഗ്ലാദേശിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുമോ? എല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നാരീശക്തി അത് വളരെ മികച്ച രീതിയിൽ ബംഗ്ലാദേശിൽ കാണാൻ കഴിഞ്ഞു. വിദ്യാർത്ഥിനികൾ അടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കനത്ത ആ ഒരു പങ്കാളിത്തം നമുക്ക് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലെല്ലാം കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ മനോഹരമായ അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും എല്ലാം തന്നെ നമുക്ക് ഈ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ കാണാം. ഒറ്റപ്പെട്ട പല പ്രശ്നങ്ങളും കാണാമായിരുന്നുവെങ്കിലും പൊതുവെ ബംഗ്ലാദേശ് എന്ന ജനത അവരുടെ സാംസ്കാരികമായ ആ ഒരു ഉയർച്ച അത് അല്ലെങ്കിൽ ഉന്നമനം അതുമല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസ്കാരം തന്നെ ഉയർത്തിപ്പിടിച്ചു എന്ന് കരുതാം. പക്ഷേ വളരെ ഒറ്റപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ മൂത്ര വിസർജനം നടത്തുന്ന ഒരു വളരെ വൃത്തികെട്ട ഒരു ചിത്രം ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ ഇവരുടെ നിശ്ചയദാർഢ്യങ്ങളുടെ അതിന് മുന്നിൽ മറന്നു പോകുന്ന ചില ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമായി ഗണിക്കേണ്ടി വരും. എന്തായാലും മതഭ്രാന്ത് പിടിച്ച ഒരു സമൂഹത്തിനെയല്ല, മതത്തിൻ്റെയും മാനവികതയുടെയും നന്മയുടെയും ഒക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ലൊരു ജനസമൂഹമായി വളരാൻ ബംഗ്ലാദേശിനാവട്ടെ. ഗുഡ് ബൈ.